നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കാനും ധാരണയായി. വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, വന്യജീവി സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. എന്തെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? എന്താണ് ഈ ഒരു തീരുമാനത്തിന് കാരണം? സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നമായി വനമേഖലയിൽ മനുഷ്യരും വന്യജീവികളുടെ സംഘർഷം, അത് നേരത്തെയൊക്കെ കൃഷിനാശമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ഇപ്പോൾ നിരവധി ജീവനുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനാലാണ് സംസ്ഥാനത്ത് ഇത്തരമൊരു തീരുമാനം മന്ത്രിസഭാ കൈക്കൊണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായാണ് പ്രഖ്യാപിച്ചത്. ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ചുള്ള സഹായമടക്കം ഈ ആളുകൾക്ക് കിട്ടും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഏകോപിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. മുഖ്യമന്ത്രി മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള 4 സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനതല ഉദ്യോഗസ്ഥ സമിതി ഉൾപ്പെടെയുള്ള സമിതികളുടെ ചുമതലകളും പ്രവർത്തന രീതിയും ചീഫ് സെക്രട്ടറിയും വനം സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സമിതി. വനം മന്ത്രി, റവന്യൂ, തദ്ദേശ പട്ടികജാതി വകുപ്പ് മന്ത്രിമാർ ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കും. സംസ്ഥാന തലത്തിൽ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുക ഈ സമിതിയായിരിക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, റവന്യൂ, വനം, പട്ടികജാതി പട്ടികവർഗ, തദ്ദേശ സ്വയംഭരണ, കൃഷി വകുപ്പ്, വനം വകുപ്പ് സെക്രട്ടറിമാരും വനംവകുപ്പ് മേധാവിയും DCCFും ഉൾപ്പെടെയുള്ള വനം ഉദ്യോഗസ്ഥരും അംഗങ്ങളായുള്ള സംസ്ഥാന നിയന്ത്രണ സമിതി രൂപീകരിക്കും. സംസ്ഥാന തലത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവുകൾ നൽകുക ഈ സമിതിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ജില്ലാ തലത്തിലും ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി ഉണ്ടാകും. വന്യജീവി സംഘർഷ സാധ്യത പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ നിലവിൽ ജാഗ്രതാ സമിതികൾ നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുമ്പോൾ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിരുന്നു. പ്രാദേശിക തലത്തിലും ഇത്തരം സമിതികൾ ഉണ്ടാകും. അവരും ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കാനുള്ള നിർദ്ദേശവും മന്ത്രിസഭാ യോഗത്തിലുണ്ടായി. പ്രകൃതി ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റിനെതിരെ ഒരുക്കുന്ന നിരീക്ഷണ സംവിധാനത്തിൽ സമാനമായി വനംവകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് ചുമതല കൺട്രോൾ റൂം പ്രവർത്തിപ്പിക്കാനും അവിടെ അത്യാധുനിക വാർത്താവിനിമയ സങ്കേതങ്ങൾ ഒരുക്കാനും മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കും. ഇത്തരം മേഖലകളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ വനത്തിനുള്ളിൽ വനമേഖല നിയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട്. വന്യജീവി സംഘർഷം ഇടപെട്ട കഴിവുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കും. അവരെ കണ്ടെത്താൻ വനംവകുപ്പ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകൾ, തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ ഇവിടങ്ങളിലെ കുറ്റിക്കാടുകൾ ഇല്ലാതാക്കും. അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ തോട്ടങ്ങളിലും ഈ വേണ്ടിവരാൻ നടപ്പാക്കാൻ തീരുമാനമുണ്ട്. തോട്ടമുടമകളോട് ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സർക്കാർ മാത്രം വിചാരിച്ചെത്തിയിരുന്ന പ്രശ്നമില്ല. വനമേഖലയോട് ചേർന്ന് നിരവധി തോട്ടങ്ങളുണ്ട്. അതുവഴിയും നിരവധി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതായി വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടമുടമകളുടെ സഹായം സർക്കാർ തേടുകയാണ്. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ ആവശ്യ ജീവനക്കാരും ഉപകരണങ്ങളും നൽകാൻ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ, കൃത്യമായ ഏകോപനമൊക്കെയാണ് സംസ്ഥാനത്ത് ഈ വനം വന്യജീവി മേഖലയിലെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം, മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ, കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനൊക്കെ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ കോർഡിനേഷൻ കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചിരുന്നു. ഇത് കൃത്യമായി യോഗം ചേരാൻ ചീഫ് സെക്രട്ടറിയും വനംവകുപ്പ് മേധാവിയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് വി അരുൺ. അതിരപ്പള്ളിയിൽ കാട്ടാനയാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികളെ ഈ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനം വകുപ്പിന്റെ തീരുമാനം. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. തുമ്പൂർമുഴി എണ്ണപ്പനത്തോട്ടത്തിലാണ് 2 ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. വന്യമൃഗ പ്രതിരോധം ചർച്ച ചെയ്യാൻ ഇടുക്കി DFO വിളിച്ച യോഗം അവസാനിച്ചു. 3 ഘട്ടങ്ങളിലായി ചേർന്ന യോഗത്തിൽ കമ്പനി അധികൃതരും ജനപ്രതിനിധികളും പങ്കെടുത്തു.
50 ലക്ഷം നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് എബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ല നിലപാടിൽ ബന്ധുക്കൾ. മലപ്പുറത്ത് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മഞ്ചേരി സ്വദേശി ഷഫീഖാണ് മരിച്ചത്. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ ഓട്ടോ വെട്ടിച്ചതാണ് അപകട കാരണം. വന്യമൃഗ ആക്രമണങ്ങളിൽ വിവാദ പരാമർശവുമായി LDF കൺവീനർ EP ജയരാജൻ. വന്യജീവികൾ കാടിറങ്ങി വരുന്നത് ഭരണ സംവിധാനത്തിന്റെ തകരാർ കൊണ്ടാണോ എന്ന് EP ജയരാജൻ. വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. കേന്ദ്ര നിയമത്തിൽ ഭേദഗതിയുണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തണമെന്നും EP ജയരാജൻ പറഞ്ഞു. കോതമംഗലം സംഭവത്തിൽ കോടതി ജാമ്യം കൊടുത്ത ഉടനെ എടുത്ത പുതിയ കേസ് ചിരിപ്പിച്ചു കൊല്ലുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. DCC പ്രസിഡന്റ് കസ്റ്റഡിയിലുണ്ടായപ്പോഴുള്ള സംഭവത്തിൽ DCC പ്രസിഡന്റ് തന്നെ പ്രതി. മരപ്പട്ടിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മുഖ്യമന്ത്രി വന്യജീവി സംഘർഷങ്ങളിൽ മരിച്ചവരുടെ കുടുംബത്തെ കാണുന്നുണ്ടോ എന്നും VD സതീശൻ ചോദിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കാടുകളിൽ മൃഗങ്ങൾക്ക് വെള്ളം ലഭിക്കാൻ തടയണ ഒരുക്കണം, വനാതിർത്തിയിൽ ഫെൻസിംഗ് നിർമ്മിക്കണം. എന്നാൽ ഇതിനെല്ലാം വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നതെന്നും PJ ജോസഫ് വിമർശിച്ചു. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്ന് MM മണി. മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണം. ഇതിന് സർക്കാരും വനം വകുപ്പും നടപടിയെടുക്കണമെന്നും MM മണി ആവശ്യപ്പെട്ടു. അടിമാലിയിൽ കാട്ടാന കുത്തിക്കൊന്ന ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം. എറണാകുളം സബ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഇരുവർക്കും നേരത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. മറ്റ് 14 പേർക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ ഒരു ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ഒരുമിച്ച് വേദി പങ്കിട്ടും ചായ കുടിച്ചും ഗവർണറും മുഖ്യമന്ത്രിയും. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിനായരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയാണ് ഇരുവരും സൗഹൃദം പങ്കിട്ടത്. കേന്ദ്രം 13,600 കോടി അനുവദിക്കുന്നത് ശുഭകരമായ കാര്യമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 13,600 കോടി കേരളത്തിന് അർഹമായ തുകയായിരുന്നു. സുപ്രീം കോടതിയിലെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അത് തടഞ്ഞുവെച്ചിരുന്നത്. ബാക്കി തുക കിട്ടാൻ ഉദ്യോഗസ്ഥതല ചർച്ച നടത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. K-റൈസ് ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുമെന്ന് GR അനിൽ. ജയ, കുറുവ, മട്ട അരി ഇനങ്ങളാണ് വിതരണം ചെയ്യുക. ജയ അരിക്ക് കിലോയ്ക്ക് 29 രൂപ നിരക്കിലും കുറുവ അരി കിലോയ്ക്ക് 30 രൂപ നിരക്കിലും മട്ട അരി 30 രൂപയ്ക്കുമാണ് ലഭ്യമാക്കുക. റേഷൻ കാർഡ് ഒന്നിന് ഓരോ മാസവും 5 കിലോ അരി നൽകും. ഓരോ ഇനത്തിലുമുള്ള അരി ഓരോ മേഖലയിലാകും വിതരണം ചെയ്യുകയെന്നും മന്ത്രി അറിയിച്ചു. അവതാരകയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രി നീരസ്യം പരസ്യമായി പ്രകടിപ്പിച്ചത്. വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന അവതാരകയുടെ വാക്കുകളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അമ്മാതിരി കമന്റ് വേണ്ടെന്നും നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതിയെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും LDFും NDAയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഏറെ നാളായി ചർച്ചകൾ നടക്കുന്ന കോൺഗ്രസിന് ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല. അത് കോൺഗ്രസ് അണികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂരിൽ K സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ച് പോസ്റ്ററുകൾ. ഇന്നലെ രാത്രിയോടെയാണ് അഴീക്കോട്, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മത്സരിക്കാനില്ലെന്ന് സുധാകരൻ AICC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. നാളെ ചേരുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് VD സതീശൻ. സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. KPCC പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും മത്സരിക്കണോ എന്ന കാര്യത്തിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും. രാഹുൽ മത്സരിക്കണമെന്ന ആഗ്രഹം കേരള ഘടകം അറിയിച്ചിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മാവേലിക്കര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി C അരുൺകുമാർ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് C അരുൺകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു.
ഈരാറ്റുപേട്ടയിലെ പള്ളിയിലെ സംഭവത്തിൽ ഹുസൈൻ മടവൂരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. പള്ളിയിൽ കാട്ടിയത് തെമ്മാടിത്തരമെന്ന് മുഖ്യമന്ത്രി. വൈദികന് നേരെ എത്തിയ യുവാക്കളുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത് മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ്. ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി. പേട്ടയിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ കുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഹസൻ കുട്ടിയെ പോലീസ് പിടികൂടിയിരുന്നത്. ഇപ്പോൾ അത് ഹസൻ കുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും ഇപ്പോൾ ഉപേക്ഷിച്ച സ്ഥലത്തും റെയിൽവേ ട്രാക്കിന് അടുത്ത് തന്നെയാണ് ഇവരെ തട്ടിയെടുത്തതിന് ഏതാണ്ട് 500 മീറ്റർ അകലെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ഈ സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 500 മീറ്റർ അകലെയാണ്. ഇതിന് 500 മീറ്റർ അകലെയാണ് ഈ കുട്ടിയുടെ കുടുംബം ടെന്റ് അടിച്ച് താമസിക്കുന്നത്. 7 ദിവസത്തേക്ക് പോലീസ് അതിന് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു. പേട്ടയെ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ കുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ്. കുട്ടിയെ കണ്ടുകിട്ടിയ സ്ഥലത്താണ് തെളിവെടുപ്പ് കൊണ്ടുവന്നത്. കുട്ടി കിടന്ന സ്ഥലത്ത് നിന്ന് 500 മീറ്റർ മാറിയാണ് കുട്ടിയെ കണ്ടെത്തിയത്. അന്ന് വലിയ തോതിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ച വാർത്തയായിരുന്നു ഇത്. ഏറെ നാളുകൾക്ക് ശേഷം നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഹസൻ കുട്ടിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. പ്രത്യേകിച്ചും പോക്സോ കേസുകളിൽ ഉൾപ്പെടെ ഹസൻകുട്ടി പ്രതിയാണ്. ഇന്നിപ്പോൾ ഹസൻകുട്ടിയുടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വി വിനോദ് വീണ്ടും ചേരുകയാണ്. വിനോദ്, ഈ തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ഹസൻകുട്ടി കൃത്യമായി എല്ലാ വിവരങ്ങളും പോലീസിനോട് പറയുന്നുണ്ടോ? തട്ടിയെടുത്തതും ഇവിടേക്ക് കൊണ്ടുവന്നതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുന്നുണ്ട്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. ഇയാൾ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ച ശേഷം രാത്രി തന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇവിടെ നിന്ന് നടന്ന് കരിക്കകം ഭാഗമാണ്, കരിക്കകം ഭാഗത്ത് നിന്ന് നടന്ന് വെൺപാലവട്ടത്തേക്ക് പോവുകയും അവിടെ നിന്ന് അയാൾ നഗരത്തിലേക്ക് പോവുകയുമായിരുന്നു. ആലുവയിലേക്ക് പിന്നീട് യാത്ര ചെയ്തു പോയി. ആലുവയിലായിരുന്നു. ആലുവയിലെത്തി തെളിവെടുപ്പ് അത് അടുത്ത ദിവസങ്ങളിൽ നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. ആലുവയിൽ ഇയാളുടെ വസ്ത്രങ്ങൾ അവിടെ ഇയാൾ ഉപേക്ഷിച്ചു. അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാകും. അടുത്ത ദിവസമായിരിക്കും ആലുവയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുക. നിരവധി കേസുകളിൽ പ്രതിയാണ്. പോക്സോ കേസിൽ ഉൾപ്പെടെ നേരത്തെ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റ് കേസുകളിലും ഉൾപ്പെട്ടിരുന്നു. ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരുടെ വലിയ രോഷമാണ് ഉണ്ടായത്. പ്രതിക്ക് നേരെ വലിയ രോഷപ്രകടനമുണ്ടായി. ഇവിടെ കുട്ടിയെ ഉപേക്ഷിച്ച് പിന്നീട് പോയ വഴി അത് പോലീസിന് ഇപ്പോൾ കാട്ടിക്കൊടുക്കുകയാണ്. നേരത്തെ കുട്ടിയെ തട്ടിയെടുത്ത സ്ഥലത്ത് ഉൾപ്പെടെ എത്തിയിരുന്നു. ഈ കുട്ടിയും കുടുംബവും ടെന്റടിച്ച് താമസിച്ച ഓൾ സെയിൻസിനടുത്ത് തെളിവെടുപ്പ് നടത്തി. നേരത്തെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം പ്രതി വന്നിറങ്ങിയത് പേട്ടയിലാണ്, പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് ഇവിടേക്ക് നടന്നു വന്ന വഴി ഏതാണെന്ന് പ്രതി പോലീസിനോട് വിവരിച്ചു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം തിരികെ വീണ്ടും ഇവിടുന്ന് കടന്നു കളഞ്ഞ ആ വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് വെൺപാലവട്ടം ഭാഗത്തേക്കാണ് പോയത്. അവിടെ ഒരു തട്ടുകടയിൽ രാത്രി കിടന്നുറങ്ങുകയും പുലർച്ചെ അവിടെ നിന്ന് വീണ്ടും നഗരത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ആലുവയിലേക്ക് പോവുകയുമായിരുന്നു. ഇനി ആലുവയിലെത്തി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ നാളെ പോലീസ് സ്വീകരിക്കും. വിനോദ്, അതുപോലെ തന്നെ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇയാൾ കുട്ടിയെ ലക്ഷ്യമിട്ടിരുന്നത്? അത്തരം വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ഇയാളിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി ഈ ഭാഗത്ത് ചുറ്റിത്തിരിയുമ്പോൾ തന്നെ ഈ കുട്ടിയും കുടുംബവും ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നീട് കുട്ടിയെ മിഠായി വാങ്ങി നൽകി. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: മിഠായി വാങ്ങി നൽകിയ ശേഷം ഇയാൾ രാത്രിയും ഈ പരിസരത്ത് തുടരുകയായിരുന്നു. അതിനുശേഷം രാത്രി 11 മണിയോടുകൂടി ഈ പരിസരത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് കരിക്ക് വാങ്ങി കുടിക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ ടെന്റിനടുത്തേക്ക് വരുന്നു. അവിടെ നിന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതുപോലെ കുട്ടിയെ തട്ടിയെടുക്കുകയാണ്. ഈ സമയത്ത് രക്ഷിതാക്കൾ ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ലൈംഗികമായി ഉപദ്രവിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കുട്ടിക്ക് അനക്കമില്ലാതായതോടുകൂടി കുട്ടി മരിച്ചു എന്ന് കരുതി ഇവിടെ ഉപേക്ഷിച്ചു എന്ന ഒരു മൊഴിയാണ് ഹസൻകുട്ടി പോലീസിന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ
പോലീസ് പരിശോധിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. വിവിധ ദൃശ്യങ്ങൾ, അതായത് ഏതാണ്ട് 100-ലധികം CCTV ക്യാമറകൾ ഈ പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ സംശയം തോന്നിയ 30 പേരുടെ പട്ടിക ഉണ്ടാക്കി. അതിൽ നിന്ന് ഈ പട്ടിക ഈ സംശയമുള്ളവരുടെ പട്ടിക ജയിലുകളിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇതിൽ നിർണായക ഒരു ഏറ്റവും വലിയ വഴിത്തിരിവ് ഈ കേസിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണ് കൊല്ലം ജില്ലാ ജയിലിലെ അധികൃതർ ഇത് ഹസൻകുട്ടിയാണ് CCTV ദൃശ്യങ്ങൾ ഉള്ളതെന്ന് കണ്ടെത്തുകയും ഇയാൾ അവിടെ ജയിലിൽ കിടന്ന വിവരം പോലീസിനെ അറിയിക്കുകയും പോക്സോ കേസിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള വിവരം തിരുവനന്തപുരം സിറ്റി പോലീസിന് കൈമാറുകയും ചെയ്തു. ആ വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹസൻകുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. പിന്നീട് ഇയാൾ ആലുവയിലേക്ക് കടന്നതായി മനസ്സിലാക്കി. ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ആലുവയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇയാളുടെ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചാണ് ഇയാൾ അവിടെ നിന്ന് പിന്നീട് പോയത്. അതുകൊണ്ട് തന്നെ ആ വസ്ത്രം ഉൾപ്പെടെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഇതിനു വേണ്ടിയുള്ള നടപടികൾ അടുത്ത ദിവസം സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സുധി, വിനോദ്, അതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഉറക്കത്തിലായിരുന്നു. ഒപ്പം ഈ കുട്ടിക്ക് മയക്കുമരുന്ന് നൽകിയോ എന്നൊരു സംശയവും പോലീസിനുണ്ട്. ഒപ്പം ഈ പ്രതി ഹസൻകുട്ടി മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നയാളാണോ? അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രതിയെ പിടികൂടുമ്പോൾ 30 ഗ്രാം കഞ്ചാവ് പ്രതിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന വിവരം പോലീസ് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പോലീസ് പ്രതിയെ പിടികൂടുമ്പോൾ അത് റിമാൻഡ് റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ കൃത്യമായി ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രതിയുടെ കയ്യിൽ 30 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന വിവരം. ആ നിലയ്ക്ക് പ്രതി നേരത്തെ തന്നെ ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന ആളാണ്. കുട്ടിക്ക് അത് നൽകിയിട്ടുണ്ടോ എന്നത് വ്യക്തതയില്ല. ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ മറ്റ് എന്തെങ്കിലും അതിക്രമം നടന്നതിന്റെ, കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു കാര്യം പോലീസ് പറഞ്ഞത്. ഏതായിരുന്നാലും ഇപ്പോൾ ഹസൻകുട്ടിയുമായുള്ള തെളിവെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പ് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലും അതിനുശേഷം കുട്ടിയെ തട്ടിയെടുത്ത ടെന്റിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കടന്നു കളഞ്ഞ, അതായത് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ വഴിയിലൂടെയാണ് ഹസൻകുട്ടിയെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് വെൺപാലവട്ടം ഭാഗത്തേക്ക് പോയി എന്ന കാര്യം പറയുന്നു. ഇവിടെ സമീപത്ത് തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം. അവർ കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനുമൊക്കെയും വരുന്ന ഒരു ചെറിയ കുളമുണ്ട്. ഈ കുളത്തിനടുത്ത ഓടയിലാണ് കുട്ടിയെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി വന്നു പോകുന്നത് കൊണ്ട് കുട്ടിക്ക് ഒരു പക്ഷേ അറിയാം അങ്ങനെ കുട്ടി സ്വന്തം നിലയ്ക്ക് വന്നതായിരിക്കും എന്നുള്ള അഭ്യൂഹവും സംശയങ്ങളും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് 500 മീറ്ററോളം ദൂരം 2 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് ഈ റെയിൽവേ ട്രാക്കിലെ കരിങ്കൽ കഷ്ണങ്ങളുണ്ട്, ഈ മെറ്റലിലൂടെ നടക്കുക അത് പ്രയാസമുള്ള കാര്യമാണ്. മാത്രവുമല്ല കാട് പിടിച്ച പ്രദേശമാണ്. ഈ സ്ഥലത്തു കൂടി ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് വരിക എന്നത് സാധ്യമായ കാര്യമല്ലെന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം. കുട്ടിയെ കിട്ടിയെങ്കിലും പിന്നീട് എങ്ങനെ കുട്ടി ഇവിടെ എത്തി എന്നത് കേന്ദ്രീകരിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിലാണ് ഹസൻകുട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 30 പേരുടെ പട്ടിക തയ്യാറാക്കുന്നു. അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങൾ, അത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും സുപ്രധാനമായ നീക്കം. സംസ്ഥാനത്തെ ജയിലുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ അയക്കുന്നു. അതിൽ ഒരാൾ ഹസൻകുട്ടിയെ ഈ ജയിൽ അധികൃതർ തിരിച്ചറിയുകയാണ്. നേരത്തെ ജയിലിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് കണ്ടെത്തുകയും ആ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുടെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഇടങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. ഒന്ന് റെയിൽവേ സ്റ്റേഷൻ, മറ്റൊന്ന് കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും താമസിക്കുന്ന ടെന്റ്, മറ്റൊന്ന് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലം. ഇവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. നാളെ ഈ ഹസൻകുട്ടിയെ ആലുവയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങൾ നൽകിയത് വി വിനോദ്. ഇനിയൊരു ഇടവേള. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. ഗവേഷക സംഗമത്തിനും തുടക്കം